ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കുട്ടപ്പുറത്തേക്ക് പോവുക കേട്ടോ. ഇത്രയും നേരം നല്ല മഴയായിരുന്നു. ഇപ്പോൾ മഴ കുറഞ്ഞ സമയം നോക്കി വേഗം ഇറങ്ങുകയാണ്. 3:30 ആയിട്ടുള്ളൂ. തിരുവമ്പാടി പോയി ഇച്ചിരി സാധനം കൂടി വാങ്ങാണ്ട് അതും കൂടെ വാങ്ങിയിട്ട് വേണം പോകാൻ. അപ്പോൾ പോകുന്ന വിശേഷമൊക്കെ പോകണ വഴിയേ പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്മൂനെ കൊണ്ടുപോകുന്നില്ലായിരുന്നു. അപ്പോൾ അമ്മൂന് പെട്ടെന്ന് വയറുവേദന ഛർദിയൊക്കെ ആയിട്ട്, അപ്പോൾ ഞങ്ങൾ പോകുന്നതിൻ്റെ മുന്നേ അവൾക്ക് മരുന്നും കൂടെ വാങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞ് അവളോട് തിരുവമ്പാടിക്ക് വരാൻ പറഞ്ഞു. അവളും അച്ഛനും കൂടെ തിരുവമ്പാടി വന്ന് മരുന്നൊക്കെ വാങ്ങി നിർത്തി കേട്ടോ. ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ് ഞങ്ങൾ പോകുന്നതിൻ്റെ. അപ്പോൾ അവളെ പറഞ്ഞു കേട്ടോ, അവൾക്ക് അപ്പടി സങ്കടം, അവൾ കരയുകയാണേ. പക്ഷേ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവളെയും ബിജുവാടിൻ്റെയും കൂടെ വീട്ടിലേക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ബസ് താമസിച്ച് അവളെ കാണിക്കാൻ വേണ്ടി നിന്നപ്പോഴേക്കും ബസ് താമസിച്ചു പോയി. പിന്നെ ഞങ്ങൾ വന്നതാ, ഇത് ജേഷ്മയാട്ടോ എൻ്റെ കൂട്ടുകാരി. പിന്നെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, അനു എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ 3 പേരും ഭജനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കടന്നുറങ്ങി. നേരം വെളുത്തോട്ടോ. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയി പല്ലൊക്കെ തേക്കാനുള്ള ആ പരിപാടി കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഇപ്പോൾ 3 മണിക്കൊക്കെ എണീച്ചിട്ട് ബാത്റൂമിലൊക്കെ പോയി കിടക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ കയറി സുഖമായി കിടക്കുക. അപ്പോൾ ഞങ്ങൾ അവരെയൊക്കെ കുത്തിപ്പൊക്കുക കേട്ടോ. ഞങ്ങൾക്ക് ഇരിക്കണ്ടേ. ഞങ്ങൾ എണീച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 6 മണിയാവാനായി. അപ്പോൾ എല്ലാവരും എഴുന്നേൽപ്പിച്ച്. പിന്നെ ഞങ്ങളുടെ കൂടെ അനു ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ 2 പേരുള്ളേ. ഞങ്ങൾ 3 ആളായിരുന്നു. അനു ഉണ്ടായിരുന്നു. പ്രാവശ്യം ഓക്ക് വരാൻ പറ്റിയില്ല. അവളൊരു ജോലിക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ഓക്ക് ലീവ് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ 2 പേരും ഉള്ളൂ കേട്ടോ. പിന്നെ വേറെ മീനാദേവി ചേച്ചിയും ബിന്ദു ചേച്ചിയും ഒക്കെ ഉണ്ട് കേട്ടോ. വേറെ കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും കൂടിയുള്ള യാത്ര. ഇത് ഭയങ്കര സന്തോഷമുള്ള യാത്ര. ജേഷ്മ കാപ്പി കൊണ്ടുപോകും. ബാംഗ്ലൂർ ഇതാ വന്ന് വണ്ടി ഇറങ്ങി അവിടെ ഇരിക്കുക കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെയുള്ള ശീലിച്ച് ചായയും ഇഡ്ഡലിയും ദോശയൊക്കെ ചട്നിയൊക്കെ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ച് പോകുമ്പോഴാണ് ഒരു ട്രെയിൻ. അതിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ മടുത്ത്. എത്ര വീഡിയോ പിടിച്ചിട്ട് നോക്കിയിട്ട് തീരുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞത് തീരുന്നില്ലല്ലോ പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെ അത്ര തന്നെ പുറകോട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ നിർത്തി. അപ്പോൾ എൻ്റെ കൂടെയുള്ളവരെല്ലാവരും കൂടെ എന്നെ കളിയാക്കി ചിരിച്ചിട്ടതുണ്ടോ, എന്തോ ഒരു നീളത്തിലാണ് പുറകോട്ട് കിടക്കുന്നത്. പിന്നെ ഞങ്ങൾ ബാത്റൂമിൽ പോയി വരുമ്പോൾ അവിടെ ബദാം മിൽക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനെന്താ സാധനം പോലും ഇവരെ ബദാമിൻ്റെ അത് ഒഴിച്ചാട്ടോ. 10 രൂപയുള്ള നല്ല ടേസ്റ്റ് ആയിരുന്നു. അതും ഓരോ ഗ്ലാസ് രാവിലെ തന്നെ വാങ്ങി കുടിച്ച് വന്നപ്പോഴേക്കും എല്ലാവരും ചായ കുടിക്കേണ്ടത്. ഷീനേച്ചി എല്ലാ പ്രാവശ്യം ഓര് വരുന്നുണ്ടെങ്കിൽ ഓരെല്ലാവർക്കും ഉള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓര് കൊണ്ടുവരും കേട്ടോ. ഇഡ്ഡലിയും 2 തരം ചമ്മന്തി ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ചമ്മന്തി ഇഡ്ഡലിയായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഈ ചേട്ടൻ്റെ കഥ ഭയങ്കര ഹിറ്റാട്ടോ. പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് എവിടെയും പോയില്ല. ഒറ്റയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. ഇവരെ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ വന്ന ട്രെയിനിന് പേരൊന്നും നോക്കാതെ പോയി കയറി. അത് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ. അതാണ് ധൈര്യം. പോയി തിരുവനന്തപുരത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ വിളിക്കുക, നിങ്ങളൊക്കെ എവിടെയാണ്, ഞാൻ എവിടെ ഇറങ്ങേണ്ടതെന്ന്. അപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു, നീ ഇതെവിടെയാ, നീ പിന്നെ എവിടെയാ നിൽക്കുന്നത്, എത്താനായില്ല. സ്വാമീൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത്? മരിക്കൊന്നുമില്ല, സ്വാമി അവിടെ എത്തിക്കും. അങ്ങോട്ടാണെങ്കിൽ അവിടെ എത്തിക്കും. ഉറപ്പായില്ലേ?
പുള്ളിക്കാരനുണ്ട് അത്രയ്ക്ക് ആളായിരുന്നു. അവിടെ എത്തിച്ചു നീ നേരെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോ, കോഴിക്കോടേക്ക് പോയിക്കോന്ന്. എന്നിട്ട് ഈ മനുഷ്യൻ എന്താക്കിയെന്നറിയോ, നേരെ അവിടുന്ന് വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് നേരെ മദ്രാസിനുള്ള വണ്ടിക്ക് ബാംഗ്ലൂരിനുള്ള വണ്ടിക്ക് കയറി ബാംഗ്ലൂരിൽ ചെന്ന് അവിടുന്ന് ചോദിച്ചാൽ പുട്ടപർത്തിക്ക് എങ്ങനെയാണല്ല. അതാണ് പറയുന്നത്. സ്വാമീൻ്റെ അടുത്ത് ഒരാൾ ഇവിടെ പുട്ടപർത്തിയിൽ വരണമെന്ന് ആഗ്രഹിച്ച് സ്വാമിയെ അത്രമാത്രം ആഗ്രഹിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എത്ര അറിയാത്ത ആളാണെങ്കിലും കണ്ണും കെട്ടി വിട്ടാലും സ്വാമീൻ്റെ അടുത്ത് എത്തും എന്നുള്ളതിനുള്ള തെളിവാട്ടോ ഇയാൾ പറയുന്നത്. ഞങ്ങൾക്കൊക്കെ കേട്ടിട്ട് ഞങ്ങൾക്കൊരു കോരിത്തെരിപ്പ് പോലെ ആയിപ്പോയി. കാരണം ഞാനും പറഞ്ഞു പുള്ളിക്കാരൻ അങ്ങനെ വരും ഇവരാരും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും പേടിച്ചു പോയിട്ടോ, വഴി തെറ്റിപ്പോയതുകൊണ്ട്. പക്ഷെ പുള്ളിക്കാരൻ കൃത്യം മറ്റവരെത്തിയ ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ അവിടെ എത്തി, സ്വാമീൻ്റെ അവിടെ എത്തിയിട്ടോ, പുട്ടപർത്തി എത്തി. അപ്പം അയാൾ പറയാം, എനിക്കൊന്നും നോക്കാല്ല, ഞാൻ ചത്തോട്ടെ വിചാരിച്ച് നിന്നതാണ്, പക്ഷെ എന്നെ സ്വാമി അവിടെ എത്തിച്ചു. അപ്പം അങ്ങേര് പറയണ കഥകൾ ഞങ്ങൾ കുറേ കേട്ട് സന്തോഷം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ പറയാൻ കേട്ടോ പുട്ടപർത്തിയിലേക്ക് എത്തിപ്പെടുന്നതിന്. പിന്നെ ഒരു പുതിയൊരു ചേച്ചിയും ചേട്ടൻ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. ഒരു അറിവില്ല, ഒരു പരിചയമില്ലാത്ത ഒരാളാണ്. നമ്പർ കോള് പോയത് അങ്ങനെ ആ ചേച്ചിയുടെ കമ്പനി ചാടി പോവുകയും ചെയ്തു. സ്വർണ്ണം കിട്ടലും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുട്ടപർത്തി എത്ര മണിക്ക് എത്തി? എത്ര ദിവസം എടുത്ത്? 50,000 രൂപ കൊടുക്കണം, ജോലി കൊടുക്കണം, കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള കഥയാണ് ചേട്ടൻ. അപ്പൊ നമ്മുടെ വണ്ടി വരാനായി, നമുക്ക് പോവല്ലേ? ആ കഥയൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പുട്ടപർത്തിക്കുള്ള ട്രെയിൻ വന്നു. അപ്പോൾ നമ്മൾ അതിൽ കയറിയിട്ടോ. ഇത് പുട്ടപർത്തിക്കുള്ള യാത്രയാണ്. ഒരു 3.5-4 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പുട്ടപർത്തിക്ക് 3.5 മണിക്കൂർ 3.5 മണിക്കൂർ കൊണ്ട് പുട്ടപർത്തി സ്റ്റേഷനിലെത്തും. അവിടുന്ന് ആശ്രമത്തിലെത്തുമ്പോൾ ഒരു 4 മണിക്കൂർ യാത്ര. അപ്പോൾ നമ്മൾ ആ യാത്രയിലാണ്. അങ്ങനെ ആ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും തന്നെ ബേക്കറി അതും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ. അപ്പോൾ ഇത്രയും മണിക്കൂറുകൾ നമ്മൾ വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ ഫ്രൂട്ട്സ് പിന്നെ ഇതൊക്കെ എല്ലാവരും കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കുന്നതിന് എന്നെ കമൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ കൂടെ. ഇത് ഞങ്ങളുടെ നളിനി ചേച്ചിയാണ്. ചേച്ചി ഇപ്പോൾ 2-3 മാസം മുന്നേ ഒരു സൈഡ് തളർന്ന് പറ്റ കടപ്പായി പോയായിരുന്നു. പക്ഷേ പുള്ളിക്കാരി ബാക്കിയുള്ളവരൊക്കെ എവിടെയോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നപ്പോഴല്ലേ കുരങ്ങ് വെള്ളം കുടിക്കാൻ വേണ്ടി പുട്ടപർത്തി എത്തി. പരിചയപ്പെട്ടതാട്ടോ. ഇപ്പോൾ നമ്മൾ പുട്ടപർത്തിയിലെത്തിയിട്ടോ. അതെന്നെ വിളിച്ച് പുട്ടപർത്തി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് വേറെ വണ്ടിക്ക് പോകണം. ട്രെയിൻ ലാസ്റ്റ് എവിടെയാണെന്ന് അവരവിടെ അങ്ങോട്ട് പോവാം. അറിയാത്ത നമ്മുടെ വർത്താനം പറയാൻ പറ്റില്ല. സംസാരിക്കുന്ന ഭാഷ എന്താ അറിയണ്ടല്ലോ അല്ലേ. എനിക്ക് പിന്നെ കുഞ്ഞുമക്കളെ ഭയങ്കര ഇഷ്ടം. അപ്പം അത് ഞാൻ ഇറങ്ങുന്നോടം വരെ അത് എൻ്റെ മടിയിലായിരുന്നു. പലരും പല കമ്പാർട്ട്മെൻറ്റിലായിട്ട് കയറിയതായിരുന്നു. അപ്പോൾ പുറത്തേക്ക് പോവാട്ടോ. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അതെല്ലാവരും ഡ്യൂട്ടിക്ക് വന്ന ആൾക്കാരാണ്. ഇതൊന്നും അല്ല കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയാൽ എല്ലാവരും തന്നെ പുറത്തേക്ക് പോയി. ഞങ്ങൾ പിന്നെ അവിടെ ഇറങ്ങിയിട്ടൊന്ന് വാഷ്റൂമിലൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. ഇതാണ് പുട്ടപർത്തി റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള റെയിൽവേ സ്റ്റേഷനാണ് പുട്ടപർത്തി റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഇനി നമുക്ക് പുറത്തെ കാഴ്ച കാണാം. ഇനി ഇവിടെ നമ്മൾ വേറെ വണ്ടി കയറും. ഒരുപാട് ആൾക്കാരൊക്കെ ഡ്യൂട്ടിക്ക് വന്നവരും അല്ലാത്തവരും ഒക്കെ വരുന്നവരൊന്നും അങ്ങനെ വീഡിയോ പിടിക്കുന്നതല്ല. അപ്പോൾ പിന്നെ നമ്മളൊരാളായിട്ട് വീഡിയോ പിടിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നു. അങ്ങനെ ഞങ്ങളിതാ പുറത്തിറങ്ങി കേട്ടോ. എല്ലാവരും ഇവിടെ ഇനി ഓരോ വണ്ടി ഉണ്ട് കേട്ടോ. വണ്ടിക്ക് നമ്മൾ ആശ്രമത്തിലേക്ക് പോകണം. ഇതാ ഇങ്ങനെ. അപ്പോൾ ഒരു ടീമിന് തന്നെ ഒരു സമിതിയിൽ തന്നെ കുറേ പേരുണ്ടാവും. അപ്പോൾ ഒരു സമിതിയിലെ ആൾക്കാർ ഒരു വണ്ടിയിലൊന്നും കൊള്ളൂല കേട്ടോ. അപ്പോൾ ഓരോരുത്തർ കൊള്ളുന്നത്ര പേര് ഒരു വണ്ടിയിലാക്കി അങ്ങനെ ആണ് പോകുന്നത്. പിന്നെ ഞങ്ങളിൽ പകുതി 3/4 പേര് ഒരു വണ്ടി കൊണ്ട്, ബാക്കി കുറച്ച് പേരെ വേറൊരു വണ്ടി കയറിയുള്ളൂ കേട്ടോ. അപ്പോൾ വണ്ടി കയറാൻ പോവാണ്. ഇനി എനിക്ക് അവിടെ ചെന്നിട്ട് വീഡിയോ പിടിക്കാൻ പറ്റുമോ അറിയില്ല. ഞങ്ങളിവിടെ എല്ലാവരും ഞങ്ങൾ ആശ്രമത്തിലെത്തി. കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് രജിസ്ട്രേഷൻ ചെയ്യാൻ പോവാം കേട്ടോ.
അപ്പോൾ കൂടെയുള്ളവരെ വിളിക്കുക. കാരണം ഇനി അങ്ങോട്ട് അധികം ഇതിൻ്റെ ഉള്ളിൽ തന്നു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനും അതൊന്നും ചെയ്യാൻ പറ്റില്ല. കൂടെ ഉള്ളവർ തന്നെ സമ്മതിക്കൂല വീഡിയോ എടുക്കാനൊന്നും. പിന്നെ അവിടെ ആരും തീരെ സമ്മതിക്കില്ല. മൊബൈൽ അങ്ങനെ വീഡിയോ പിടിക്കാനൊന്നും ഇതിൽ അനുവാദമല്ല പോകുന്ന വഴി പണ്ട് അപ്പോൾ തീരെ പറ്റില്ല. കുറച്ചൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ പിടിക്കാം. മന്ദിരത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോകാനേ ഉള്ളൂ. കൂടെയുള്ളവരൊക്കെ പുറകിൽ വരുന്നുണ്ട്. കൊച്ചു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പ്രാർത്ഥനയ്ക്ക് പോകണം. അവിടെയൊന്നും വീഡിയോ പിടിക്കാൻ പറ്റില്ല. ഇവിടെ എല്ലായിടത്തൊന്നും നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വിശേഷം നാളെ പറയാം കേട്ടോ. ഇന്ന് ഇത്രയേ ഉള്ളേ. അപ്പോൾ ബൈ ബൈ.